ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, കൊച്ചമ്മ, കൂടി വന്നിരിക്കുന്ന ദൈവജനമേ, ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടി ജീവനുള്ള ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ എന്നെ ബലപ്പെടുത്തിയ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ഇത്തരത്തിലൊരു അവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇന്ന് നോമ്പിൻ്റെ 25-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ആദ്യം മുതൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ കഴിയാത്തവർക്ക് ഇപ്പോൾ ഒരവസരമാണ്. 25 പകുതി നോമ്പ് മുതൽ നമുക്ക് ഈ ഒരു ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരവസരമാണ് ഇത്. നമുക്കറിയാം, നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇന്നലെ കൊച്ചമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തി. കേവലം ഭക്ഷണക്രമത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഡയറ്റായിട്ട് ഇന്ന് നോമ്പ് മാറിയിരിക്കുകയാണ്. ഇന്ന കാര്യങ്ങൾ എനിക്ക് വേണ്ട, ആരോഗ്യത്തിന് കുറച്ചും കൂടി നല്ലത് പച്ചക്കറിയാണെന്ന് ചിന്തിച്ച് അങ്ങനെ നോമ്പെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ നോമ്പെന്ന വാക്ക് 2 പദങ്ങൾ ചേരുന്നതാണ്. ഒന്ന് നോ, പിന്നെ അമ്പ്. ഈ നോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അരുത്, അല്ലെങ്കിൽ വേണ്ട, ഇല്ല, പറ്റില്ല എന്നൊക്കെ പറയുന്ന ഒരു വേർഡാണ് നോ. ഇനി അമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരമ്പ് മുറിവേൽക്കുന്ന ഒരു സംഭവമാണ്. അമ്പ് എയ്താൽ നമുക്ക് മുറിവേൽക്കും. അപ്പോൾ ഈ നോമ്പിൻ്റെ കാലയളവിൽ മറ്റുള്ളവരെ മുറിപ്പെടുത്താതെ നോ അമ്പ് എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ നോട്ടം മറ്റുള്ളവർക്ക് മുറിവേൽപ്പിക്കുന്നതാണെങ്കിൽ അത് ഈ നോമ്പിൻ്റെ കാലത്ത് വർജിച്ചുകൊണ്ട് അതിനെ മാറ്റിക്കൊണ്ട് നോവിനെ അൻപോടുകൂടി നോക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ അൻപോടുകൂടി നമ്മുടെ സമീപനം എപ്രകാരമായിരിക്കണം, അതാണ് ഈ നോമ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ക്രിസ്തുവിൻ്റെ ക്രൂശമരണത്തെയും പുനരുദ്ധാനത്തെക്കുറിച്ച് ധ്യാനിപ്പാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാനും ഈ നോമ്പിൻ്റെ കാലയളവിൽ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 32 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. കുറിവാക്യമായി 37-ാം വാക്യം. ശീമോനെ, നീ ഉറങ്ങുന്നുവോ? ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? നമുക്ക് പ്രാർത്ഥിക്കാം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവേ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമായി ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാക്കും ദൈവം, ആഴത്തിൽ അനന്തമായി ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. ഞങ്ങളുടെ ആദിയും അന്തവുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ അന്തരംഗങ്ങൾ അറിയുന്ന ദൈവമേ, സ്വർഗീയനാഥ കർത്താവേ, ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് തന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, നോമ്പിൻ്റെ അനുഭൂതിയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണല്ലോ നാഥ. കർത്താവേ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ അൻപോടുകൂടി നോക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. കർത്താവേ, ഞങ്ങൾ അല്പസമയം അങ്ങയുടെ വചനത്തിന് മുൻപാകെ ഇരിക്കുന്നു നാഥ. കർത്താവേ, വചനത്തിലൂടെ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മങ്ങിയും മയങ്ങിയും പോകാതെ ഈ നോമ്പിൻ്റെ നാളുകളിൽ ആത്മീക ഉണർവ് പ്രാപിച്ച് പുതുക്കത്തിൻ്റെ രൂപാന്തരം ഞങ്ങളിൽ ദൈവമേ അവിടുന്ന് സൃഷ്ടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഏഴയും പാവിമാരുടെ അടിയനെ തിരുസലിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേൾക്കുന്നതിൻ്റെ മക്കളെ തിരുസലിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, അവിടുന്ന് എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദിയോടന്തം അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച് രക്ഷകൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നോമ്പിൻ്റെ കാലയളവിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു വേദഭാഗമാണ് ഇത്. മരണം മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന യേശു കർത്താവ് ഒരു മുൻകരുതൽ ചെയ്യുന്നതാണ് നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ കാണുവാൻ സാധിക്കുന്നത്. തൻ്റെ ശിഷ്യന്മാരായ ശീമോൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് യേശു ഗത്സമനായ എന്ന തോട്ടത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പോകുകയാണ്. താൻ പ്രാർത്ഥിച്ചു വരുവോളം നിങ്ങളും എന്നോടുകൂടെ പ്രാർത്ഥിക്കണം എന്ന വലിയൊരു ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് യേശു കർത്താവ് പോയി പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ 1-2 വട്ടം യേശു കർത്താവ് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഈ ശിഷ്യന്മാർ ഉറങ്ങുന്നതായിട്ടാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അവരോട് കർത്താവ് പറയുന്നു, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. എന്നാൽ രാവിലെ മുതലുള്ള പ്രയാസവും ക്ഷീണവും കാരണം അവർ ഉറക്കത്തിലേക്ക് ആണ്ടുപോകുകയാണ്. 3-ാമത്തെ തവണ യേശു കർത്താവ് വന്ന് പറയുകയാണ്, നിങ്ങൾ ഇനിയും
ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവിൻ. കാരണം 2 പ്രാവശ്യം പറഞ്ഞിട്ടും വലിയ ഗുണമൊന്നും കാണാത്തത് കൊണ്ടായിരിക്കാം യേശു കർത്താവ് ഇനി നിങ്ങൾ ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവിൻ, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു എന്നുള്ളത്. നമുക്കറിയാം, നമുക്ക് ഉറക്കം ഒരു വീക്ക്നെസ്സാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ചിന്തയും എന്താണ്? എങ്ങനെയെങ്കിലും ഇന്നത്തെ നോമ്പ് നമസ്കാരം കഴിയണം, വീട്ടിൽ ചെല്ലണം, എന്തെങ്കിലും കഴിക്കണം, കിടന്നുറങ്ങണം. ഇത് മാത്രമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ആവശ്യമെന്ന് പറയുന്നത്. ഈ ഉറക്കം പലതരത്തിലാണ്. ഓരോരുത്തർക്ക് എന്താണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ കഴിഞ്ഞാൽ അവർ പറയും പരീക്ഷയൊക്കെ കഴിഞ്ഞു, ഇനി വേണം എനിക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ. ഒരു ദിവസം ജോലിക്ക് നിന്ന് ഒരു ഓഫ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കും ഇന്ന് കുറച്ച് നേരം അധികം കിടന്നുറങ്ങാം, ഇന്ന് കുറച്ച് നേരം താമസിച്ച് എഴുന്നേറ്റാൽ മതിയെന്ന്. ഇനി എന്തെങ്കിലും അല്ലാതെ വെറുതെ ഇരുന്ന് ഉറങ്ങുന്നവരുണ്ട്, സമയം നോക്കി ഉറങ്ങുന്നവരുണ്ട്, എത്ര മണിക്ക് കിടന്നുറങ്ങിയാൽ എത്ര മണിക്ക് എഴുന്നേക്കാം എന്ന് പ്ലാൻ ചെയ്ത് ഉറങ്ങുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിലാണ് നമ്മൾ ഓരോരുത്തരും ഉറങ്ങുന്നത്. ഈ വേദഭാഗം വായിച്ചപ്പോൾ എൻ്റെ ചിന്തയിലേക്ക് കടന്നു വന്ന 3 ചിന്തകളാണ് നാം ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കുന്നത്. ഒന്നാമതായി, ഉറക്കം ഉണർവിലേക്ക് നയിക്കുന്നു. ഒരു മനുഷ്യന് ആരോഗ്യത്തോടുകൂടി ഇരിക്കണമെന്നുണ്ടെങ്കിൽ ശരിയായ ഉറക്കം അത്യാവശ്യമാണ്. പല കാര്യങ്ങളെ ഓർക്കുവാനും പല കാര്യങ്ങളും മറക്കുവാനും നമുക്ക് സ്വപ്നം കാണുവാനും ഒക്കെ ഈ ഉറക്കം നമ്മെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ഉറക്കം നമ്മളെ ഒരുപാട് തൃപ്തിപ്പെടുത്തുന്നുണ്ടെങ്കിലും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉറക്കം ഒരു വെല്ലുവിളി തന്നെയാണ്. ഉറങ്ങുന്നതിന് മുമ്പേ ഉണരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എത്ര മണിക്ക് എഴുന്നേൽക്കണം? ഇപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോഴേ നമ്മൾ ചിന്തിക്കും നാളെ 5 മണിക്ക് എഴുന്നേൽക്കണം, എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യും. ഇനി വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്ത് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടാണ് നമ്മൾ കിടന്ന് ഉറങ്ങുന്നത്. നമ്മുടെ ഈ നോമ്പ് നമസ്കാര ക്രമത്തിൻ്റെ 8ാമത്തെ പേജിൽ ഉറക്കത്തെക്കുറിച്ച് അതിമനോഹരമായ ഒരു അപേക്ഷയുണ്ട്. നമ്മളിത് കുറച്ച് കഴിയുമ്പോൾ അത് വായിക്കും. ഒരു ദിവസം മുഴുവനും നമ്മളെ ക്ഷേമത്തോടെ പോറ്റിയ ദൈവത്തിന് നന്ദി പറയുന്ന ഒരു അപേക്ഷ. എപ്രകാരമായിരിക്കണം നമ്മുടെ ഉറക്കം, എന്തിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ ഉറക്കം, എങ്ങനെ ആവണം നമ്മുടെ ഉറക്കം എന്നുള്ളതാണ് ആ അപേക്ഷയിൽ പറയുന്നത്. അതുപോലെ തന്നെ ശയന നമസ്കാരം പാടിയിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് മടങ്ങി ഭവനത്തിലേക്ക് പോകുന്നത്. നമ്മുടെ ഉറക്കം എപ്രകാരമായിരിക്കണം എന്നുള്ള ഒരു അപേക്ഷ കൂടിയാണ് ശയന നമസ്കാരത്തിലും പറയുന്നത്. ഒരു നാട് മുഴുവനും ഉറക്കത്തിലായിരിക്കുമ്പോൾ ഉറങ്ങാതെ ദൈവത്തോട് ഉണർന്ന് പ്രാർത്ഥിച്ച യേശു കർത്താവിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഒരു പാപവും ചെയ്യാത്തവൻ കൊടും പാപികൾക്ക് വേണ്ടി തൻ്റെ ജീവനെ വെടിയുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരുവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം അവിടെ ഇടപെടുമെന്ന് നമുക്കറിയാം. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ പത്രോസും യോഹന്നാനും യാക്കോബും കൂടി ഒന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പാനപാത്രം ദൈവം അങ്ങ് മാറ്റിയേനെ എന്ന് ചിന്തിക്കും. ഒരുവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് ലഭിക്കുമല്ലേ? പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയത് ആ 4 സ്നേഹിതന്മാരുടെ വിശ്വാസം കണ്ടിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പത്രോസ്, യാക്കോബ്, യോഹന്നാനും പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചിലപ്പോൾ ഈ ഒരു ക്രൂശ് മരണം മാറിപ്പോയേനെ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അപ്പം വലിയൊരു ദൗത്യമാണ് യേശു കർത്താവ് ഇവിടെ ഏൽപ്പിച്ചത്. പക്ഷേ ശിഷ്യന്മാർ തങ്ങളുടെ ജഡിക മോഹത്താൽ ഇവിടെ മയങ്ങിപ്പോവുകയാണ്. തൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതിൻ്റെ അതിവേദനയാണ് ഇവിടെ യേശു കർത്താവിലൂടെ കാണാൻ സാധിക്കുന്നത്. അതിദുഃഖത്തോടെയാണ് ഗെത്സമന തോട്ടത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ കണ്ണുനീർ തുള്ളികൾ ചോരത്തുള്ളി പോലെ ഒഴുകി എന്നാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ആ വലിയ ദൗത്യത്തോട് നീതി പുലർത്താൻ ഇവിടെ ശിഷ്യന്മാർക്ക് സാധിക്കുന്നില്ല. അവരുടെ ഉറക്കം ഭൗതിക മോഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉറക്കം മാത്രമായിരുന്നു. അവർക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം അവർക്ക് സാധിച്ചില്ല. യേശു കർത്താവ് പറയുന്നു, പരീക്ഷയിൽ അകപ്പെടാതെ ഇരിപ്പാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ എന്ന്. ഉറക്കത്തിൽ ശല്യം ചെയ്യുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. 2-3 പ്രാവശ്യമൊക്കെ ശല്യപ്പെടുത്തുമ്പോൾ നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങും. എന്നാൽ ശിഷ്യന്മാർക്ക് പ്രതികരിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. ഭംഗി വാക്കുകൾ ഏറെ പറയുന്ന ആളായിരുന്നു പത്രോസ്. എനിക്കിതിനോട് പ്രിയമുണ്ട്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ യേശു കർത്താവിനോട് നോക്കി പറഞ്ഞിട്ടും യേശു കർത്താവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ, അല്ലെങ്കിൽ യേശു കർത്താവിന് വേണ്ടി തൻ്റെ ഉറക്കം ഒന്ന് വെടിയുവാൻ പത്രോസിന് സാധിക്കുന്നില്ല. പത്രോസ് അപ്രകാരം തൻ്റെ സുഖത്തിന് വേണ്ടി അവിടെ ഉറങ്ങുകയാണ്. തൻ്റെ ബലഹീനമായ, ഇവിടെ യേശു കർത്താവ് പറയുന്നുണ്ട്, ആത്മാവ് എപ്പോഴും
ഒരുക്കമുള്ളതാണ്. എന്നാൽ നമ്മുടെ ജഡം എന്താണ്? വളരെ ബലഹീനമാണ്. അതുകൊണ്ട് ഒരുക്കമുള്ള അല്ലെങ്കിൽ ഉണർവുള്ള ഒരു ആത്മാവിനെ നേടണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ഉറക്കമില്ലാത്ത നിമിഷത്തിലൂടെ തകർന്നു നുറുങ്ങിയ ഹൃദയവുമായി യേശു കർത്താവ് പറയുകയാണ്, ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവിൻ. നമ്മളോട് ഇപ്രകാരമാണ് ദൈവം പറയുന്നത്, നിങ്ങൾ എന്താണ്? ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവിൻ. പക്ഷേ ആ ആശ്വസിക്കാൻ പറയുന്നെങ്കിലും ഉണർവോടെ പ്രാർത്ഥിക്കുവാൻ യേശു കർത്താവ് നമ്മെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ആ വാക്കിൻ്റെ ബലത്തിലാണ് നമ്മൾ ഇന്ന് വില കൂടിയ മെത്തയിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്നത്. നമ്മളോട് യേശു കർത്താവ് പറയുന്നു, ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവിൻ. ഉറക്കത്തിലും നമുക്ക് വേണ്ടി കരുതുന്നവനായൊരു ദൈവമുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ രാത്രിയിൽ സുഖകരമായി ഉറങ്ങുവാൻ പോകുന്നത്. ആ രാത്രിയിൽ ആ ദേശമൊക്കെയും നിദ്രയിൽ ആണ്ടുപോയപ്പോഴും ഉണർവിൻ്റെ അനുഭൂതിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ച യേശു കർത്താവിൻ്റെ പ്രാർത്ഥന എത്രയോ നിസ്തുല്യമാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്നുള്ള അർത്ഥവത്തായ പ്രാർത്ഥന, കണ്ണുനീരിന് പകരം ചോരത്തുള്ളികൾ ഒഴുക്കിയ പ്രാർത്ഥന. നമുക്ക് വേണ്ടി കർത്താവ് കാൽവറിയിൽ മരിച്ചു എന്നുള്ള ഓർമ്മ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ആ ഒരു സന്ദേശമാണ് ഈ പവിത്രമായ നോമ്പ് കാലയളവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത്. ഉറങ്ങിപ്പോകാതെ ഉണർന്നു പ്രാർത്ഥിക്കാൻ ഈ നാളുകളിൽ നമുക്ക് സാധിക്കണം. രാക്കാലങ്ങളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടി, നമ്മുടെ സ്നേഹിതന്മാർക്ക് വേണ്ടി എല്ലാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എൻ്റെ പ്രശ്നങ്ങൾ മാത്രം വരുമ്പോഴല്ല പ്രാർത്ഥിക്കേണ്ടത്. ഒരുവന് വേണ്ടി ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം അത് കേൾക്കും. രണ്ടാമതായി, ഉറക്കം പുതുക്കത്തിലേക്ക് നയിക്കുന്നു. ഉറക്കം ഒരു പുതുക്കമാണ്. എപ്പോഴും നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് പലവിധമായ കാര്യങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമുക്ക് വളരെ ഒരു റിലീഫാണ് ഉണ്ടാവുന്നത്. കാരണം എന്താണ്? കഴിഞ്ഞതെല്ലാം നമ്മൾ മറന്ന് പുതിയൊരു ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും നാം ഓരോ തീരുമാനങ്ങളോടുകൂടിയാണ് നമ്മൾ ഓരോ പ്രഭാതത്തിലും എഴുന്നേൽക്കുന്നത്. ഉറക്കം ഒരു പുതുക്കത്തിൻ്റെ അനുഭവമാണ്. ഇതുവരെയും പാപത്തിൻ്റെ മെത്തയിൽ കിടന്നുറങ്ങിയവർക്ക് അവിടെ ഒരു പുതുക്കമാണ്. കാൽവറിയിലെ ക്രൂശ് മരണത്തോടുകൂടി ഒരു പുതുക്കമാണ് അവിടെ ലഭിക്കുന്നത്. ഇതുവരെയും പാപത്തിൻ്റെ മെത്തയിൽ കിടന്നുറങ്ങിയവർക്ക് രക്ഷയുടെ പുതുക്കത്തിൻ്റെ സന്ദേശമാണ് അറിയിച്ചുകൊണ്ടാണ് ക്രൂശിതനായ യേശു കർത്താവ് ഇവിടെ ഉയർത്തെഴുന്നേൽക്കുന്നത്. ഉയർത്തെഴുന്നേൽപ്പ് ഒരു പുതുക്കത്തിൻ്റെ അനുഭവമാണ്. അന്ന് രാത്രിയിൽ സുഖകരമായി ഉറങ്ങിയ ഒരു കൂട്ടം ജനത പിറ്റേന്ന് കേൾക്കുന്നത് യഹൂദന്മാരുടെ നസ്രയനായ യേശു, യഹൂദന്മാരുടെ രാജാവ്, ഇവനെ ക്രൂശിക്ക എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ശബ്ദമായിരുന്നു കേട്ടത്. അതിന് തൊട്ടു മുമ്പ് ഹോഷന്ന ഹോഷന്ന എന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് തന്നെ ഈ ഒരു കൂട്ടം ജനത പറയുകയാണ്, അവനെ ക്രൂശിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു ചാട്ടവാറിൻ്റെ അടികൊണ്ടുള്ള ശബ്ദവും ഇത്തരത്തിലുള്ള നിലവിളിയും കേട്ടാണ് ആ ദേശം പിറ്റേന്ന് കണ്ണു തുറന്ന് എഴുന്നേൽക്കുന്നത്. അമർച്ചയായ ഈ ശബ്ദം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഉയർപ്പിൻ്റെ ഇമ്പ ശബ്ദമായി അവിടെ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. തളർന്നുറങ്ങിയ പത്രോസിനോട് കർത്താവ് പറയുന്നതും ഇതാണ്, പരീക്ഷയിൽ അകപ്പെടാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ എന്നുള്ളത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ആദാമിന് ഒരു ഗാഢനിദ്ര വരുത്തി. അതുവരെയും മനുഷ്യൻ ഏകനാണെന്ന് തോന്നി, അതുവരെ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് തോന്നി. ആദാമിന് ഒരു ഗാഢനിദ്ര കൊടുത്ത് അങ്ങനെ ഏകനായിരുന്ന ആദാം പിന്നൊരു പുതുക്കത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആദാമിന് സഖിയായി തുണയായി ഹവ്വായെ ദൈവം സൃഷ്ടിച്ചു. അങ്ങനെ ആദാം പിന്നീട് ഒരു പുതുക്കത്തിൻ്റെ ജീവിതത്തിലേക്ക്, ഒരു പുതിയ ജീവിതത്തിലേക്ക്, ഒരു ഉറക്കമുണർന്നപ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ യോന പ്രവാചകനെ കുറിച്ച് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, യേശു കർത്താവ് ഒരു ദൗത്യം ഏൽപ്പിച്ചു. എന്നാൽ അതിൽ നിന്ന് പിന്മാറി ഒരു ഉറക്കത്തിലൂടെ യോന പോകുകയാണ്. ആ ഉറക്കത്തിൽ ദൈവം അവനോട് ഇടപെട്ടു. അങ്ങനെ തൻ്റെ ദൗത്യത്തിലേക്ക്, ഒരു പുതിയ ജീവിതത്തിലേക്ക് യോനയ്ക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചു. മറിയയുമായി കല്യാണം ഉറപ്പിച്ചിരുന്ന യോസഫിനും ഇതുതന്നെയായിരുന്നു അവസ്ഥ. ഇനി എന്ത് ചെയ്യണം, എങ്ങനെയാണ് എന്ന് ചിന്തിച്ചപ്പോഴും ഉറക്കത്തിലൂടെ ജോസഫിന് പുതിയ ഒരു തീരുമാനമെടുക്കുവാനായിട്ട് സാധിച്ചു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ പത്രോസ് ഒരു വലിയ പ്രസംഗം നടത്തി. പ്രസംഗം കേട്ടുകൊണ്ട് യൗവനക്കാരനായ യൂത്തിക്കോസ് ഉറങ്ങിപ്പോയി. ഉറങ്ങിയിരുന്ന യൂത്തിക്കോസ് കിളിവാതിൽ തകർത്ത് താഴേക്ക് വീഴുകയാണ്.
പെടലി ഒടിഞ്ഞു പോയ യൂത്തിക്കോസ് മരിച്ചു എന്നെല്ലാവരും കണ്ടപ്പോൾ പൗലോസ് പറയുന്നു, ഇല്ല, ഇവനിൽ ജീവനുണ്ട്. അങ്ങനെ യൂത്തിക്കോസിന് പുതിയൊരു ജീവൻ അല്ലെങ്കിൽ ഒരു പുതുക്കം അവിടെ ദൈവം കൊടുത്തു. അങ്ങനെ ഉറക്കത്തിലൂടെ രൂപാന്തരമുണ്ടായ ആളുകളെക്കുറിച്ച് ഒരുപാട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. 10 കന്യകമാരുടെ കാര്യം എടുത്താലും ഇതുപോലെ തന്നെയാണ്. ബുദ്ധിയുള്ള കന്യകമാർ ഉണർവോടുകൂടി ഇരുന്നത് കൊണ്ട് അവർക്ക് കർത്താവുമായിട്ടുള്ള ഒരു വിരുന്നിൽ, കല്യാണ വിരുന്നിൽ സംബന്ധിക്കുവാനും അതുപോലെ പുതുക്കത്തിൻ്റെ ഒരു പുതിയ രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ ഉറക്കത്തിൻ്റെ വലയിൽ അകപ്പെട്ട എന്നെയും നിങ്ങളെയും ഒരു ആത്മീയ പുതുക്കത്തിനായി ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുകയാണ്. അതിനാൽ ലോകസുഖത്തിൽ മയങ്ങിപ്പോകാതെ പ്രത്യാശയോടുകൂടി ഒരു ആത്മീയ ഉണർവിനായി നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കണം. ലോകസുഖത്തിൽ മയങ്ങാതെ പുതുക്കത്തിൻ്റെ അനുഭവത്തെ നമ്മൾ ഇല്ലാതെയാക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. എപ്പോഴും നമ്മൾക്ക് പുതുമകൾ ഇഷ്ടമുള്ള ആൾക്കാരാണ്. പഴയ കാര്യങ്ങളെ മറന്ന് പുതിയ രീതിയിൽ അപ്ഡേറ്റ് ആകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ഭവനം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പുതിയ രീതിയിൽ നാടോടുമ്പോൾ നടുവേ ഓടാറുണ്ട്. എന്നാൽ എന്തുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എന്തുകൊണ്ടൊരു അപ്ഡേഷൻ വരുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴും വലിയ ഉറക്കത്തിൽ ആണ്ടുപോയിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ഉറക്കം എപ്പോഴും നമുക്ക് ഉണർവിനെയും പുതുക്കത്തെയും നൽകുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് മറന്നു പോകരുത്. കൃഷിക്കാരായ 2 സഹോദരന്മാരുണ്ടായിരുന്നു. അവരുടെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ മാതാപിതാക്കൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ വളരെ കഠിനാധ്വാനത്തോടുകൂടി അവർ ഈ കൃഷി ചെയ്ത് സമ്പന്നരായി മാറി. അവർക്ക് വിവാഹപ്രായം എത്തിയപ്പോൾ അവർ വിവാഹിതരായി. അങ്ങനെ ഉത്തരവാദിത്തമുള്ള 2 സ്ത്രീകൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. കുറേ നാളുകൾക്ക് ശേഷം ഈ ഇളയ സഹോദരൻ്റെ ഭാര്യ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ അവർ വീണ്ടും കൃഷി ചെയ്യുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കെ മൂത്ത സഹോദരൻ ഉറങ്ങിക്കിടന്നപ്പോൾ അയാൾക്ക് പെട്ടെന്ന് തോന്നി, എൻ്റെ ഇളയ സഹോദരന് ആരുമില്ല, മക്കളില്ല, ഭാര്യയില്ല. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ എങ്ങനെ നടക്കും? അപ്പം എന്നെക്കാട്ടിലും കുറച്ചും കൂടി ധനം, ഒരു ഭാവിയിലേക്കുള്ള ഒരു നിക്ഷേപം കൂടുതൽ ആവശ്യമുള്ളത് എൻ്റെ സഹോദരനാണ് എന്ന് ചിന്തിച്ചു. തൻ്റെ ഭാര്യയും മക്കളും ആരും അറിയാതെ ഈ സഹോദരൻ തൻ്റെ കളപ്പുരയിൽ കൂട്ടിവെച്ചിരുന്ന ധാന്യത്തിൻ്റെ ഒരു പങ്ക് സഹോദരൻ്റെ കളപ്പുരയിലേക്ക് കൊണ്ടിട്ടു. ഇതേ സമയം ആ ഇളയ സഹോദരൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആലോചിച്ചു, എനിക്ക് ആരും താങ്ങും തണലും ഒന്നുമില്ല, എനിക്ക് വലിയ സമ്പാദ്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോയാൽ മതി. പക്ഷേ എൻ്റെ ചേട്ടന് അങ്ങനെയല്ല. അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ സ്വത്തിൻ്റെ പകുതി ആർക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്? ജ്യേഷ്ഠന് കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് കണ്ട് ഈ അനിയൻ തൻ്റെ കളപ്പുരയിൽ ശേഖരിച്ചു വച്ചിരുന്ന ധാന്യത്തിൻ്റെ ഒരു വിഹിതം എടുത്ത് ജ്യേഷ്ഠൻ്റെ കളപ്പുരയിൽ കൊണ്ടിട്ടു. ഇതിങ്ങനെ കുറേ നാൾ കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം ഈ ജ്യേഷ്ഠനും അനിയനും വഴിവദ്യേ കണ്ടുമുട്ടി. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് തങ്ങളുടെ കളപ്പുഴയിൽ ഇതുവരെയും ധാന്യം തീർന്നു പോകാത്തതിൻ്റെ കാരണം ഈ ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മളിങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ സഹോദരനോ ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അവനുള്ളതും കൂടി നമുക്ക് കിട്ടണം എന്നുള്ള ഒരു വ്യഗ്രതയായിരിക്കും നമുക്ക്. എന്നാൽ ഉറക്കത്തിലൂടെ പുതുക്കത്തെ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കണം. നമുക്കുള്ളത് മറ്റുള്ളവർക്ക് പങ്കിടുവാൻ നമുക്ക് സാധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഉറക്കത്തിൽ പോലും നമുക്ക് വേണ്ടി കരുതുന്നതിനായൊരു ദൈവമുണ്ട്. ആ സത്യം തിരിച്ചറിഞ്ഞ് പുതുക്കത്തിൻ്റെ അനുഭവത്തിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ ഓരോ നോമ്പും ഓരോ പുതുക്കമായി മാറണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ ക്രിസ്തീയ ജീവിതം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു അർത്ഥം നമുക്ക് ലഭിക്കത്തുള്ളൂ. ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. നമ്മളെപ്പോഴും ആത്മീക പുതുക്കം പ്രാപിക്കുന്നവരായി മാറണം. മൂന്നാമതായി, ഉറക്കം പ്രത്യാശയിലേക്ക് നയിക്കുന്നു. നമുക്ക് നാളത്തെ ശുഭദിനം കാണണമെന്ന പ്രത്യാശയോടുകൂടിയാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അതുകൊണ്ടായിരുന്നല്ലോ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ അലാറമൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. എപ്പോഴും പറയും നമുക്ക് നാളത്തെ ഒരു ദിവസം കാണുമോ എന്നുള്ള ഗ്യാരണ്ടി പോലും ഇല്ലാന്ന്. എന്നാലും നമുക്കൊരു പ്രതീക്ഷയുണ്ട്. നാളെ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതും അങ്ങനെയാണ്. സുഖകരമായ നിദ്രയെ തന്ന് അടുത്ത പ്രഭാതത്തിൽ എന്നെ ഉണർത്തേണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഓരോ ദിവസവും ഓരോ പ്രത്യാശയാണ്, ഓരോ ഉറക്കവും ഓരോ പ്രത്യാശയാണ്.
ഇവിടെ ഇത്രയും വലിയ വേദന സഹിച്ച ഒരു രാത്രി കഴിച്ചുകൂട്ടിയ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവിൻ. അത് വലിയൊരു പ്രത്യാശയാണ് കൊടുക്കുന്നത്. ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവിൻ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, എനിക്കാണ് ക്രൂശ് മരണം, ഞാനാണെല്ലാം സഹിക്കേണ്ടത്, നിങ്ങൾക്കൊരു കുഴപ്പവുമില്ല എന്നുള്ളൊരു ഗ്യാരൻറ്റിയാണ് ഇവിടെ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത്. ആ ഗ്യാരൻറ്റിയാണ് നമുക്കും തരുന്നത്. നിങ്ങളും ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവിൻ, പക്ഷേ നിങ്ങൾ ഒരു കാര്യം മറന്നു പോകരുത്, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ നിങ്ങൾ മറന്നു പോകരുത് എന്ന്. എല്ലാം മുന്നമേ കണ്ടിരുന്ന യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യാശയുടെ ദൂതാണ് ഇവിടെ കൈമാറുന്നത്. കാൽവറിയിൽ യാഗമായ യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റത് തന്നെ ഒരു പ്രത്യാശയുടെ ദൂത് അറിയിച്ചുകൊണ്ടാണ്. ഞായറാഴ്ച ഉറക്കമുണർന്ന ദേശം കേട്ടതും പ്രത്യാശയുടെ വാർത്തയായിരുന്നു. നസ്രേനായ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന വലിയ വാർത്തയായിരുന്നു ആ ദേശം വന്ന് കേട്ടത്. ഇന്ന് നമുക്ക് പ്രതീക്ഷകളുണ്ട്, പക്ഷേ പ്രത്യാശ വളരെ കുറവാണ്. നമ്മൾ പാടുമ്പോൾ പ്രത്യാശയെക്കുറിച്ചൊക്കെ പാടും, പക്ഷേ നമുക്ക് പ്രതീക്ഷകളാണ്. നമ്മുടെ ഭാവി എങ്ങനെ ആയിരിക്കണം, നമ്മുടെ മക്കൾ എങ്ങനെ ആയിരിക്കണം, നമ്മുടെ കുടുംബ ജീവിതം എങ്ങനെ ആയിരിക്കണം, നമ്മുടെ പങ്കാളി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഒരുപാടുണ്ട്. പക്ഷേ ഉറപ്പുള്ളൊരു പ്രത്യാശ നമുക്കിന്ന് വളരെ കുറവാണ്. അപ്പോൾ നമ്മളോട് തന്നെ ചോദിക്കണം, നമ്മുടെ പ്രത്യാശ എപ്രകാരമായിരിക്കണം, എന്തിൽ ആയിരിക്കണം നമ്മുടെ പ്രത്യാശ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉറക്കത്തിൽ മുഴുകി പലപ്പോഴും നമ്മുടെ പ്രത്യാശയെ നമ്മൾ കളങ്കപ്പെടുത്തിയിട്ടുണ്ട്. ആകയാൽ നാളും നാഴികയും അറിയാഴികയാൽ ഉണർന്നിരിപ്പിൻ, കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ഈ നോമ്പും ഒരു പ്രത്യാശയാണ്. നമ്മുടെ നോമ്പ് ഒരു പ്രത്യാശ ആയതുകൊണ്ടാണ് നമ്മളുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, അല്ലെങ്കിൽ ഞാൻ ഇനിയും തിരിച്ചു വരും എന്ന വലിയൊരു പ്രത്യാശയുടെ ദൂത് നൽകിയിട്ടാണ് യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നത്. ഈ രാത്രിയുടെ യാമത്തിൽ യേശു കർത്താവ് നമ്മളെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കുകയാണ്, മകനെ മകളെ, എനിക്ക് വേണ്ടി ഒരു നാഴികയെങ്കിലും നിനക്ക് ഉണർന്നിരിക്കുവാൻ സാധിക്കുമോ എന്ന് യേശു കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്. എൻ്റെ ഭാരങ്ങളും പ്രയാസങ്ങളും നീ മറന്നുകൊണ്ട് അല്പനേരം എനിക്ക് വേണ്ടി ഒന്ന് ഉണർന്നിരിക്കുവാൻ നിനക്ക് സാധിക്കുമോ എന്ന് യേശു കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്. ലോകമോഹങ്ങളിൽ അടിമപ്പെട്ട് ഉറക്കത്തിലേക്ക് ആണ്ടുപോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. കാൽവറിയിൽ നമുക്കായി ചൊരിഞ്ഞ രക്തത്തിൻ്റെ രുചിയും മണവും അതിൻ്റെ വിലയും എത്രമാത്രമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. 3 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവച്ചത്. നോമ്പ് എന്തായിരിക്കണം? ഒരു ഉണർവിൻ്റെ അനുഭവമായിരിക്കണം. നോമ്പ് ഒരു പുതുക്കത്തിൻ്റെ അനുഭവമായിരിക്കണം. നോമ്പ് ഒരു പ്രത്യാശയുടെ അനുഭവമായിരിക്കണം. നമ്മളെല്ലാവരും ഓരോ ദിവസവും ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നവരാണ്. ഒരു പകൽക്കാലം മുഴുവനും നമുക്ക് തന്ന ദൈവം. അതിനുശേഷം നമ്മളൊരു ഉറക്കത്തിലേക്ക് പോവുകയാണ്. ആ ഉറക്കം ഒരിക്കലും നമ്മുടെ വില കൂടിയ മെത്തയുടെ സുഖം പറ്റിപ്പോവാൻ ഇടയാകരുത്. നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരും ഉത്ബോധ മനസ്സിൽ നമ്മൾ പ്രാർത്ഥനയിൽ മുഴുകുന്നവരുമായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു പുതുക്കത്തിൻ്റെ ജീവിതത്തിലേക്ക്, ഒരു പ്രത്യാശയുടെ ജീവിതത്തിലേക്ക് നമുക്ക് വരുവാനായിട്ട് സാധിക്കൂ. ഭൗതിക മോഹങ്ങളെ വെടിഞ്ഞുകൊണ്ട് രുചി പകരുന്നവരായി ഈ നാളുകളിൽ നമുക്ക് സാധിക്കണം. അതാണ് നമ്മുടെ ഈ നോമ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്. 50 ദിവസങ്ങൾ മാത്രമാണ് നോമ്പ് എന്നും, അല്ലെങ്കിൽ 50 ദിവസം കൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും തീർന്നു, ഈ വചനക്കേൾവിയും പ്രാർത്ഥനയും നോമ്പ് നമസ്കാരവും ഒക്കെ മാത്രമേ ഉള്ളൂ നമ്മുടെ ക്രിസ്തീയ വിശ്വാസം, അല്ലെങ്കിൽ അത്രയും നാളുകൾ മാത്രം മതി, ഇങ്ങനെ ജീവിച്ചാൽ മതി എന്ന് മാത്രമല്ല, അതിലുപരി തുടർന്നുള്ള നാളുകളിലും ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഇത് എപ്പോഴും പിന്തുടരേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ സാധിക്കണം. കർത്താവേ, എൻ്റെ ഉറക്കം നിൻ്റെ മുൻപിൽ നല്ല ധൂപം പോലെ ആകണമേ എന്നുള്ളത്, എനിക്ക് ആശ്വാസഭയം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. വലിയ പ്രാർത്ഥനയാണ്. എല്ലാം ദൈവം ഉറക്കത്തിൽ, രാത്രിയിലാണ് പല കാര്യങ്ങളും ശിഷ്യന്മാരോട് പറയുന്നതും, രാത്രിയിലെ യാമങ്ങളിലാണ് പല അത്ഭുതങ്ങളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രാത്രിയുടെ കാലത്ത് ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന അത്ഭുതം എന്താണ്, അല്ലെങ്കിൽ അനുഗ്രഹം എന്താണ് എന്ന് നമുക്കറിയത്തില്ല. ദൈവമേ, നല്ല ഒരു ദിവസം തന്നതിനായി സ്തോത്രം പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസം പുതിയ സന്തോഷത്തോടുകൂടി നമ്മളെ ഉണർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. അതാണ് നമ്മുടെ ഈ നോമ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.
കർത്താവെ, ഒരു ദിവസം ഞങ്ങൾക്ക് നീ തന്നല്ലോ ദൈവമേ, സുഖകരമായൊരു നിദ്രയെ അവിടെ നിന്ന് നീ എനിക്ക് തരണമേ കർത്താവെ. ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ടു പോകുവാനല്ല കർത്താവെ, ഞങ്ങളുടെ ഉറക്കം അവിടുന്ന് നൽധൂപത്തിലേക്ക് ആക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പാട്ടുകാരൻ പറയുന്നത് പോലെ, ശാന്തതയോടു കർത്താ തിരുമുൻപിൽ ചന്തമായി നുറങ്ങി, ശാന്തതയോടു കർത്താ തിരുമുൻപിൽ ചന്തമായി നുറങ്ങി, സന്തോഷത്തോടുണരേണം ഞാൻ തിരു കാന്തി കണ്ടുല്ലസിപ്പാൻ, സന്തോഷമോടുണരേണം ഞാൻ തിരു കാന്തി കണ്ടുല്ലസിപ്പാൻ. ഇന്നു പകൽ മുഴുവൻ കരുണയോടെന്നെ സൂക്ഷിച്ചവനേ, ഇന്നു പകൽ മുഴുവൻ കരുണയോടെന്നെ സൂക്ഷിച്ചവനേ, നന്ദിയോടെ തിരുനാമത്തിനു സദാ വന്ദനം ചെയ്തിടുന്നേ, നന്ദിയോടെ തിരുനാമത്തിനു സദാ വന്ദനം ചെയ്തിടുന്നേ. ഇന്ന് പകൽക്കാലം മുഴുവനും ഞങ്ങളെ അതിക്ഷേമത്തോടെ പോറ്റി പുലർത്തിയ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവെ, അനേകർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ കർത്താവെ, ഞങ്ങളുടെ ആയുസ്സിനെ ഒരിക്കൽ കൂടി തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. പ്രഭാതം മുതൽ ഈ സമയം വരെ കർത്താവെ, ഒരു പോറൽ പോലും ഏൽക്കാതെ അങ്ങയുടെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ച വിധങ്ങൾക്കായി സ്തോത്രം കർത്താവെ. വരാമായിരുന്ന ആപത്തു നിന്നും അനർത്ഥത്തിൽ നിന്നും എല്ലാം ദൈവം ഞങ്ങളെ വിടുവിച്ച് പോറ്റി പുലർത്തിയതിനായി നന്ദിയോടെ സ്തോത്രം കർത്താവെ. ദൈവമേ, മങ്ങിയും മയങ്ങിയും പോകുവാനല്ല കർത്താവെ, മേൽക്കുമേൽ ശോഭിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് പുതുക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ആത്മീയ ഉണവ് പ്രാപിച്ച് കർത്താവെ, ഈ നോമ്പിൻ്റെ നാളുകളിൽ രുചി വെടിഞ്ഞ് അനേകർക്ക് രുചി പകരുന്ന അനുഭവമാക്കി ഞങ്ങളെ അവിടുന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ദൈവമേ, അങ്ങയുടെ വചനം ഞങ്ങളെ ഓർമ്മിപ്പിച്ചതുപോലെ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ കർത്താവെ. രാക്കാലങ്ങളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് എടുത്ത് ഉപയോഗിക്കണമേ, അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് സുഖകരമായി ഞങ്ങൾക്ക് ഒരു നിദ്രയെ തന്ന് അടുത്ത പ്രഭാതത്തിൽ എഴുന്നേറ്റ് അങ്ങേ സ്തോത്രം ചെയ്യുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സന്തോഷത്തോടുകൂടി ഞങ്ങൾക്ക് കർത്താവെ ഞങ്ങളുടെ ഭവനിലേക്ക് മടങ്ങിപ്പോകുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ പ്രയാസങ്ങളും ജീവിത പ്രശ്നങ്ങളെ എല്ലാം മറക്കുവാൻ ദൈവമേ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു പ്രഭാതം തന്ന് പുതിയ ജീവിതത്തെ, പുതിയ തീരുമാനങ്ങളെ എടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് എടുത്തുപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. കർത്താവെ, നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന പ്രത്യാശയോടുകൂടി ജീവിപ്പാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന സ്വഭാവം എന്നിൽ നിന്ന് നീക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ. അത്തരത്തിലുള്ള ചിന്തയും ചിന്താഗതിയും ഞങ്ങളിൽ നിന്ന് മാറ്റി കർത്താവെ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച രക്ഷകന്റെ നാമത്തിൽ തന്നെ ആമേൻ.